അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഒരു നോമ്പുകാരിയുടെ മരണം. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഞങ്ങൾക്ക് ഇതുപോലുള്ള ചില മരണവാർത്തകൾ എങ്ങനെ എത്തിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. ഇത് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ പറയുക എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. ഒരുപാട് സങ്കടമായി പോയ ഒരു വാർത്തയാണിത്. മലപ്പുറം ജില്ല മേലാറ്റൂര് ഉച്ചാരക്കടവിലെ കോഴിശ്ശേരി റഫീഖ് എന്നവരുടെ ഭാര്യ റിൻഷയാണ് മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 40 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. റിൻഷയ്ക്ക് 4 മക്കളാണ്. നാടിനെയും നാട്ടുകാരെയും ഒരുപാട് വേദനിപ്പിച്ച ഒരു മരണവാർത്തയാണ്. കണ്ടു നിന്നവരൊക്കെ കൂടെ കരഞ്ഞുപോയ ആ ഒരു മരണം. ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. ഭർത്താവ് റഫീഖ് ജിദ്ദയിൽ നിന്നും എത്താനുള്ളത് കൊണ്ടാണ് ഇന്ന് വെള്ളിയാഴ്ച 8:30 ഖബറടക്കം ചെയ്തത്. വല്ലാണ്ട് കരഞ്ഞുപോയ ഒരു മരണമാണിത്. ആ കുടുംബത്തെ മാനിച്ചാണ് നമ്മൾ ഈ വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ താമസിപ്പിച്ചത്. അതുമാത്രമല്ല, മരണപ്പെട്ട റിൻഷയുടെ ഭർത്താവ് ജിദ്ദയിൽ നിന്നും എത്താനുമുണ്ട്. അപ്പോൾ എന്ന് ഖബറടക്കുമെന്നുള്ള ആശങ്കയുമുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ താമസിപ്പിച്ചത്. എന്നുവെച്ചാൽ ആ ഒരു കുടുംബം ഏറെ വേദനയിലായിരുന്നു. ഒരു ദിവസം തള്ളി നീക്കിയത് റിൻഷയുടെ മരണം. അതിനെക്കുറിച്ചാണ് ഏറെ സങ്കടത്തോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റിൻഷ മരണപ്പെടുന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. അന്നത്തെ ആ ഒരു ദിവസം ബുധനാഴ്ച, അന്ന് പതിവിലും തിരക്കുള്ള ദിവസമായിരുന്നു റിൻഷക്ക്. വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ള ബെത്തപ്പാടിലായിരുന്നു അന്ന്. കാരണം മറ്റൊന്നുമല്ല, 7 വയസ്സുകാരനായ മകൻ ഹാദിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു ദിവസം തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. 4 മക്കളുണ്ട്. അങ്ങനെ വീട്ടിലെ പണികളൊക്കെ അതിവേഗം തീർക്കുകയും നോമ്പായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച് ഏകദേശം പകുതി പണി തീർന്നപ്പോൾ ബാക്കി മക്കളെയും ഏൽപ്പിച്ച് ഉമ്മ വേഗം പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ആ മക്കളോട് യാത്രയും പറഞ്ഞ് പോയതാണ്. ഇത് ശരിക്കും ഞാൻ നിങ്ങളോട് വിവരിക്കുമ്പോൾ വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. അങ്ങനെ മകൻ റാണി ഷിനാനെയും കൂട്ടി 7 വയസ്സുകാരനായ ആ മോനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഷിനാസിൻ്റെ ബുള്ളറ്റിലായിരുന്നു ഇവർ പോയിരുന്നത്. ബൈക്കിൻ്റെ പിൻ സീറ്റിൽ ഉമ്മയിരുന്നു. അങ്ങനെ ഹാദി മോനെയും കൂട്ടി പരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് പോയി. ഹാദി മോനെയും കാണിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ആ ഒരു വഴിയിൽ വച്ചായിരുന്നു ആ നോമ്പുകാരിയായ റിൻഷ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ബുധനാഴ്ച വൈകുന്നേരം മണ്ണാർമല മാട് റോഡിലെ കൊടും വളവിൽ വെച്ച് ആ ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അങ്ങനെയാണ് റിൻഷ മരണപ്പെടുന്നത്. കൂടെയുള്ള മക്കൾ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. നോമ്പ് തുറക്കാൻ ഉമ്മയെയും കാത്തു നിൽക്കുന്ന ആ ബാക്കി 2 മക്കൾ, അത് ചിന്തിക്കുമ്പോഴാണ് ഏറെ സങ്കടമാകുന്നത്. പെട്ടെന്ന് വരാൻ മക്കളെ എന്ന് പറഞ്ഞു പോയതാ. പിന്നെ കേൾക്കുന്നത് ഈ ഒരു വാർത്തയാണ്. എനിക്ക് ഏറെ സങ്കടമായത് എന്താണെന്നറിയോ? റിൻഷ മരണപ്പെടുന്നത് ബുധനാഴ്ച വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ മയ്യത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൗലാന ആശുപത്രിയിലെ റൂമിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. പിറ്റേന്ന് രാവിലെ വ്യാഴാഴ്ച പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഭർത്താവ് വിദേശത്തു നിന്ന് വരികയും വേണം. അപ്പോൾ അന്ന് രാവിലെ, വ്യാഴാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആ ഒരു സമയത്ത് രാവിലെ 10:30-11 മണിയോടെ ജിൻഷയെ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുന്ന ആ സമയത്ത് 7 വയസ്സുകാരനായ ഒരു മോന് ഓടി വന്ന് കരയുന്ന കരച്ചിൽ സഹിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു കാഴ്ച പടച്ചറപ്പ് എല്ലാ ഉമ്മമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പടച്ചറപ്പേ, നമ്മുടെ മക്കളെ ഉമ്മക്ക് ഈ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. കാണാൻ വയ്യ റബ്ബേ, ചെറിയ മക്കളുടെ ആ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. നോമ്പ് തുറക്കാനുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഹാദിമോനെ കാണിച്ചിട്ട് വരാമെന്നും പറഞ്ഞു പോയ ഉമ്മയാണ് പിന്നെ കേൾക്കുന്നത് ഉമ്മ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ്. പിറ്റേന്ന് രാവിലെ മോർച്ചറിയുടെ മുന്നിൽ നിന്നും ആ മകൻ ഉമ്മയെ കണ്ട് കരയുന്ന ആ കരച്ചിൽ എൻ്റെ മക്കളെ സഹിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ.
പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ മാസം നോമ്പുമായി മരണപ്പെട്ട 3-4 യുവാക്കളുടെ മരണവാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോമ്പുകാരിയായി മരണപ്പെട്ടിരിക്കുകയാണ് ഈ റിൻഷ എന്ന 40 വയസ്സുകാരി, 4 മക്കളുടെ ഉമ്മ. നോമ്പും നോറ്റ് പരിശുദ്ധിയോടെ പടച്ചറബിലേക്ക്, അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബേ, റിൻഷ എന്ന ഈ ഒരു സഹോദരി നോമ്പുമായി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പുണ്യ റമദാനിലെ എല്ലാ പ്രതിഫലവും നീ അവർക്ക് നൽകണേ റബ്ബേ. അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, നല്ലൊരു മാസമാണ് റബ്ബേ നിന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ പുണ്യമാസത്തിൻ്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. ഇവരിവിടെ ചെയ്ത എല്ലാ നന്മ പ്രവർത്തികളും അവരുടെ ഖബറിലേക്ക് നീ അമലായി എത്തിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആക്സിഡന്റ് പോലുള്ള അപകട മരണത്തിൽ നിന്നും നീ ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട് റബ്ബേ. ഈ പുണ്യമാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അവരുടെയൊക്കെ രോഗം എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പാവങ്ങളെ നീ സംരക്ഷിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.